ഹരികുമാറിനോട് വിശദീകരണം തേടിയിരുന്നു. ഈ നടപടിയിൽ വിശദീകരണം നൽകാൻ 2 ആഴ്ചത്തെ സാവകാശവും ജോയിന്റ് രജിസ്ട്രാർ ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതേസമയം ചുമതല ഏറ്റെടുക്കാൻ KS അനിൽകുമാർ സർവകലാശാലയിൽ എത്തിയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കണ്ടത്. സിൻഡിക്കേറ്റ് ഔദ്യോഗികമായി അറിയിച്ചതിനെ തുടർന്നുള്ള തുടർ പ്രവർത്തനങ്ങളാണ് നടക്കുന്നതെന്ന് KS അനിൽകുമാർ പറഞ്ഞു. നാടിന്റെ സ്വത്താണ് സർവകലാശാലയെന്നും എല്ലാം ശാന്തമായി പോകണമെന്നാണ്, ഉയരങ്ങളിലേക്ക് എത്തണമെന്നും അനിൽകുമാർ പറഞ്ഞു. അദ്ദേഹത്തിന്റെ പ്രതികരണം വേഗത്തിൽ ഒന്നുകൂടി കേൾക്കാം. തീരുമാനപ്രകാരം അത് ഔദ്യോഗികമായി അറിയിച്ചതിനെ തുടർന്ന് അതിൻ്റെ തുടർ പ്രവർത്തനങ്ങളാണ് നടക്കുന്നത്. സാധാരണ നമ്മുടെ നാടിൻ്റെ സ്വത്താണ് ഈ സർവകലാശാല. ഇതിൽ ശാന്തമായി പോകണം, നന്നായി സർവകലാശാല ഉയരത്തിലേക്ക് വരണം. വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് ഹാൻസ് ജോൺ നമുക്കൊപ്പം ചേരുകയാണ്. ഹാൻസ്, ഗുഡ് മോർണിംഗ്. KS അനിൽകുമാറിന്റെ പ്രതികരണം നമ്മൾ കേട്ട് കഴിഞ്ഞിരിക്കുന്നു, 3 ആവർത്തി കേട്ടിരിക്കുന്നു. അദ്ദേഹത്തിന്റെ പരിമിതി വെച്ച് പ്രതികരിക്കാവുന്ന വിധത്തിലെല്ലാം തന്നെ പ്രതികരിച്ചിട്ടുണ്ട്. ഇതിപ്പോൾ ഈ കേസ് ഹൈക്കോടതിയിൽ വരികയാണ്. ഒന്നാമത്തെ പ്രധാനപ്പെട്ട കാര്യം അതാണ്. രണ്ടാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ജോയിന്റ് രജിസ്ട്രാറോട് താൽക്കാലിക VC ഡോക്ടർ സിസ തോമസ് ഒരു വിശദീകരണം തേടിയിരിക്കുകയാണ്. സിൻഡിക്കേറ്റ് യോഗത്തിൽ VC ഇറങ്ങിപ്പോയിട്ടും അല്ലെങ്കിൽ VC പുറത്തേക്ക് ഇറങ്ങിയിട്ടും എന്തുകൊണ്ട് അവിടെ തുടർന്നു, ഈ യോഗങ്ങളുടെ ഭാഗമായി എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങളിലാണ് വിശദീകരണം തേടിയിട്ടുള്ളത്. പക്ഷേ അദ്ദേഹം 2 ആഴ്ചത്തെ സമയം മറുപടിക്ക് വേണ്ടി തേടുകയും 2 ആഴ്ചത്തെ അവധിയിൽ പ്രവേശിക്കുകയും ചെയ്തിരിക്കുകയാണ്. ഇപ്പോൾ കാര്യങ്ങളുടെ കിടപ്പ് എന്താണ്, എങ്ങോട്ടാണ് ഈ പോക്ക്? ബിനിൽ, ഗുഡ് മോർണിംഗ്. എന്തായാലും കേരള സർവകലാശാലയിലെ ഇപ്പോഴത്തെ പ്രശ്നങ്ങൾ സങ്കീർണം എന്നല്ലാതെ മറ്റൊന്നും തരത്തിലും വിശേഷിപ്പിക്കാൻ കഴിയില്ല. കാരണം അതിസങ്കീർണതയിലേക്കാണ് ഈ പ്രശ്നം കടന്നു പോകുന്നത്. നമുക്കറിയാം, കേരള സർവകലാശാലയിലെ സെനറ്റ് ഹാളിൽ നടന്ന ഭാരതാംബ വിവാദ ചിത്രം അല്ലെങ്കിൽ ഭാരതാംബ ചിത്ര വിവാദത്തിൽ നിന്നാണ് ഇവിടം വരെ ഈ പ്രശ്നങ്ങൾ എത്തി നിൽക്കുന്നതെന്ന് നമ്മൾ എടുത്തു പറയേണ്ടതാണ്. ഇപ്പോൾ നിലവിൽ സാഹചര്യം അനുസരിച്ച് ഇന്നേ ദിവസം ഏറ്റവും നിർണായകമായിട്ടുള്ളത് കോടതി പരിഗണിക്കുന്ന ഹർജി തന്നെയാണ്. KS അനിൽകുമാർ തന്നെ സസ്പെൻഡ് ചെയ്ത നടപടിക്കെതിരെ ഹൈക്കോടതിയിൽ സമർപ്പിച്ച ഹർജി കോടതി ഇന്ന് പരിഗണിക്കും. ഹൈക്കോടതിയുടെ സിംഗിൾ ബെഞ്ചാണ് ഈ ഹർജി പരിഗണിക്കുക. പക്ഷേ അതേസമയം ഈ ഹർജിയിൽ 2 തരത്തിലുള്ള വിശദീകരണങ്ങൾ സർവകലാശാലയുടെ ഭാഗത്തു നിന്ന് ഇതിനോടകം നൽകിയിട്ടുണ്ട്. ഒന്ന് സിൻഡിക്കേറ്റിന്റെ ഭാഗത്തു നിന്നുള്ള വിശദീകരണമാണ്. സിൻഡിക്കേറ്റ് നേരത്തെ ബിന്നിൽ പറഞ്ഞതുപോലെ തന്നെ സർവകലാശാല ചട്ടപ്രകാരമാണ് ഇത്തരത്തിൽ രജിസ്ട്രാറായിട്ടുള്ള KS അനിൽകുമാറിന് കഴിഞ്ഞ ദിവസം സിൻഡിക്കേറ്റ് യോഗത്തിലൂടെ അദ്ദേഹത്തിന്റെ സസ്പെൻഷൻ നടപടി റദ്ദാക്കിയത്. അതിനോടൊപ്പം തന്നെ വൈസ് ചാൻസലറായിട്ടുള്ള മോഹനൻ കുന്നുമ്മലിൻ്റെ നടപടി അത് സർവകലാശാല ചട്ടങ്ങൾക്ക് വിരുദ്ധമായിട്ടായിരുന്നു. അതിനോടൊപ്പം തന്നെ സിൻഡിക്കേറ്റിൻ്റെ ആവശ്യപ്രകാരം അടിയന്തരമായി അദ്ദേഹം ചുമതല ഏറ്റെടുത്തു. അതുകൊണ്ട് തന്നെ പ്രശ്നങ്ങളെല്ലാം അവസാനിച്ചു എന്നുള്ള രീതിയിലുള്ള വിശദീകരണമാണ് സിൻഡിക്കേറ്റിൻ്റെ ഭാഗത്ത് നിന്ന് നൽകാൻ പോകുന്നത്. പക്ഷേ അതിനോടൊപ്പം തന്നെ ശക്തമായ എതിർപ്പ് വൈസ് ചാൻസലർ ഇൻചാർജ് ആയിട്ടുള്ള സിസ തോമസ് കോടതിയിൽ നൽകും എന്നുള്ളതിൽ സംശയമൊന്നുമില്ല. കാരണം ഇന്നലെ തന്നെ സിസ തോമസ് പ്രതികരിച്ചതാണ്, വൈസ് ചാൻസലറായിട്ടുള്ള ഡോക്ടർ മോഹനൻ കുന്നുമ്മലിൻ്റെ നടപടിയെ പിന്തുണയ്ക്കാനേ തനിക്ക് സാധിക്കുകയുള്ളൂ. അതിനോടൊപ്പം തന്നെ ഈ സിൻഡിക്കേറ്റ് എടുത്ത തീരുമാനം അത് തികച്ചും ചട്ടവിരുദ്ധമാണ്. താൻ പിരിച്ചുവിട്ട യോഗമാണിത്, തൻ്റെ യാതൊരു വിധത്തിലുള്ള അനുമതിയുമില്ല, അതുകൊണ്ട് തന്നെ അതിനൊരു സിൻഡിക്കേറ്റ് യോഗമായി കണക്കാക്കാൻ കഴിയില്ല എന്നുള്ള വിശദീകരണമാണ് സിസ തോമസ് ഹൈക്കോടതിയിൽ നൽകാൻ പോകുന്നത്. അതിനോടൊപ്പം തന്നെ മറ്റൊരു നിർണായകമായ നീക്കമാണ് ജോയിന്റ് രജിസ്ട്രാറുടെ ഭാഗത്തുനിന്നുണ്ടായത്. സ്വാഭാവികമായിട്ടും അദ്ദേഹത്തിനെതിരെ നടപടി വരാനുള്ള സാധ്യത നിലനിൽക്കുകയാണ് ജോയിന്റ് രജിസ്ട്രാറായിട്ടുള്ള P ഹരികുമാർ ഇത്തരത്തിലുള്ള നീക്കത്തിലേക്ക് കടന്നിരിക്കുന്നത്. കാരണം ഇന്നലെ വിശദീകരണം ചോദിച്ചുകൊണ്ട് സിസ തോമസ് P ഹരികുമാറിന് കത്ത് നൽകിയിരുന്നു. അതിൽ പ്രധാനമായും സൂചിപ്പിച്ചിരുന്നത് താൻ പിരിച്ചുവിട്ട യോഗത്തിൽ എന്തിന് താൽക്കാലിക രജിസ്ട്രാറായിട്ടുള്ള P ഹരികുമാർ പങ്കെടുത്തു. അതിനോടൊപ്പം തന്നെ അടിയന്തരമായി KS അനിൽകുമാർ സർവകലാശാലയിൽ എത്തി ചുമതല ഏറ്റെടുത്തതുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങളും രേഖകളും ഇന്ന് രാവിലെ 9 മണിക്ക് മുമ്പ് ഇമെയിൽ മുഖാന്തരം നൽകണമെന്നായിരുന്നു ആവശ്യപ്പെട്ടിരുന്നത്. ഈ വിശദീകരണം നൽകാത്ത സാഹചര്യത്തിലോ അല്ലെങ്കിൽ വിശദീകരണം തൃപ്തികരമല്ലാത്ത സാഹചര്യത്തിലോ അച്ചടക്ക നടപടി ഉണ്ടാകുമെന്നും സൂചന ആ കുറിപ്പിലുണ്ടായിരുന്നു. ആ സാഹചര്യത്തിൽ തനിക്കെതിരെ ഒരു അച്ചടക്ക നടപടി കണ്ടുകൊണ്ട് തന്നെയാണ് P ഹരികുമാർ ഇപ്പോൾ 2 ആഴ്ചത്തെ സാവകാശം ചോദിക്കുകയും അതിനോടൊപ്പം തന്നെ അവധിയിൽ പ്രവേശിക്കുകയും ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ നിലവിൽ VC നൽകുന്ന വിവരമനുസരിച്ച് അവധിയിൽ പ്രവേശിച്ചതോ അതിനോടൊപ്പം തന്നെ മറ്റു വിവരങ്ങളോ ഒന്നും തന്നെ P ഹരികുമാർ VCയെ അറിയിച്ചിട്ടില്ല. കൂടാതെ ഈ നിമിഷം വരെയും വിശദീകരണം നൽകും എന്നുള്ള പ്രതീക്ഷയിലാണ് താൻ നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ ഏതെങ്കിലും രീതിയിലുള്ള നടപടി അല്ലെങ്കിൽ വിശദീകരണമോ ഹരികുമാറിന്റെ ഭാഗത്തുനിന്ന് ലഭിച്ചാൽ അതിനനുസരിച്ച് തുടർ നടപടികൾ സ്വീകരിക്കാനാണ് സിസ തോമസിന്റെ തീരുമാനം. ആലോചനകൾക്ക് ശേഷം മാത്രമേ ഏതെങ്കിലും തരത്തിലുള്ള അച്ചടക്ക നടപടികൾ സ്വീകരിക്കുകയെന്നും സിസ തോമസ് വ്യക്തമാക്കുന്നുണ്ട്. അതിനോടൊപ്പം തന്നെ ഇന്ന് ഹർജി പരിഗണിക്കുമ്പോൾ രജിസ്ട്രാറായിട്ടുള്ള KS അനിൽകുമാറിന്റെ നീക്കം ഈ ഹർജി പിൻവലിക്കുക എന്നുള്ളത് തന്നെയാണ്. അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം വൈസ് ചാൻസലറായിട്ടുള്ള ഡോക്ടർ മോഹനൻ കുന്നുമ്മലിന്റെ നടപടി സിൻഡിക്കേറ്റ് ഇതിനോടകം റദ്ദാക്കി കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ ഇനി ഒരു പരാതിയുമായി കോടതിയെ സമീപിക്കേണ്ട ആവശ്യം KS അനിൽകുമാറിന് നിലവിലില്ല. അതുകൊണ്ട് തന്നെ അനിൽകുമാറിന്റെ ഭാഗത്തു നിന്നും ഇത്തരത്തിൽ സിൻഡിക്കേറ്റിന്റെ സമാനമായ ഒരു വിശദീകരണം തന്നെയായിരിക്കും അനിൽകുമാറും
നൽകുക, അതിനോടൊപ്പം തന്നെ ഹർജി പിൻവലിക്കുകയാണെന്ന് അറിയിക്കുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ സങ്കീർണമായ രീതിയിലുള്ള ഈ വിഷയം എന്തായാലും വൈസ് ചാൻസലർ ഇത്തരത്തിലുള്ള സംഭവ വികാസങ്ങളെല്ലാം തന്നെ സർവകലാശാലയിൽ നടന്നിട്ടുണ്ട് എന്നുള്ള കാര്യം വൈസ് ചാൻസലർ എന്തായാലും അഭിഭാഷകൻ മുഖേന കോടതിയെ ബോധിപ്പിക്കും. ആ ഒരു സാഹചര്യത്തിൽ ഹൈക്കോടതിയുടെ സിംഗിൾ ബെഞ്ച് എന്ത് നടപടി ഇതിൽ സ്വീകരിക്കും എന്നാണ് നിർണായകം. കാരണം നമുക്ക് ലഭിക്കുന്ന വിവരമനുസരിച്ച് സ്വാഭാവികമായിട്ടും പരാതിയില്ലെങ്കിൽ ആ ഹർജി ഒഴിവാക്കി വിടാറാണ് കോടതി പതിവ്. പക്ഷേ ഈ സാഹചര്യത്തിൽ ഏതെങ്കിലും രീതിയിലുള്ള നിർണായക തീരുമാനമോ വിമർശനങ്ങളോ നടപടികളോ കോടതിയുടെ ഭാഗത്തു നിന്നുണ്ടാകുമോ എന്നാണ് ചോദ്യചിഹ്നം. ബിനിൽ. ശരി, ഹാൻസ് ജോൺ ആണ് വിവരങ്ങളുമായി നമുക്കൊപ്പം ചേർന്നത്. പോര് കനക്കുകയാണ്. ഇനി യഥാർത്ഥ പോര് നടക്കാൻ പോകുന്നത് താൽക്കാലിക വി സി ആണ് ഇപ്പോൾ ഇവിടെ ഉള്ളത്. താൽക്കാലിക വി സി തന്നെ വളരെ ശക്തമായ നിലപാടെടുക്കുകയാണ് മോഹനൻ കുന്നുമ്മലിന്റെ സമാധാനമായി. അപ്പോൾ സ്ഥിരം വി സി ആയിട്ടുള്ള ഡോക്ടർ മോഹനൻ കുന്നുമ്മൽ സ്വകാര്യ സന്ദർശനം പൂർത്തിയാക്കി റഷ്യയിൽ നിന്ന് ഇന്ത്യയിലേക്ക് കേരളത്തിലേക്ക് സർവകലാശാലയിലേക്ക് എത്തുമ്പോൾ എന്ത് നിലപാടെടുക്കുമെന്ന കാര്യം വളരെ പ്രധാനപ്പെട്ടതാണ്. ഹാൻസ് ജോൺ വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരുകയായിരുന്നു. അതേസമയം ഇന്ന് ഈ ഹർജി കോടതികളിൽ എത്തുകയാണ്. പക്ഷേ ഹർജി പിൻവലിച്ചതായി രജിസ്ട്രാർ KS അനിൽകുമാർ അറിയിക്കും.